ഹലോ, ഇന്ന് നമുക്കിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഉള്ളിത്തണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇൻഡസ് വാലിയുടെ സൂപ്പർ സ്മൂത്ത് കാസ്റ്റ് അയൺ ഫ്രൈ പാനിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു തടുക്ക പാൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡസ് വാലിയുടെ പാൻ. ഇത് 100% ടോക്സിൻ ഫ്രീ ആണ്. അതുപോലെ സ്മൂത്ത് ഫിനിഷിലായിട്ട് വരുന്നത്. കാണാൻ തന്നെ നല്ല രസമുണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു പാനിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അയൺ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ നാച്ചുറലി നോൺ സ്റ്റിക്കാണ്, ആ ഒരു ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുക് പൊട്ടിക്കുക, അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു പാൻ നിങ്ങൾ ഇൻഡസ് വാലിയുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 12% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് സിനി12 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ മതിയേ. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പീരയും കുറച്ച് 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ല ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചതച്ച മുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഈ ഉള്ളിത്തണ്ട് വെച്ചിട്ട് വേറെ എന്തൊക്കെ റെസിപ്പീസാണ് ട്രൈ ചെയ്യുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഇവിടെ ഇപ്പോൾ ഡൽഹിയിൽ തണുപ്പത്ത് ഈ ഒരു സ്പ്രിംഗ് ഓണിയനൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും റെസിപ്പീസൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ആ പീരയുടെ വെള്ളമൊക്കെ പോയ ശേഷം നമ്മൾ ഈ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു പാൻ കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചൂടിൽ നന്നായിട്ട് പെട്ടെന്ന് റെസിപ്പീസൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതുപോലെ നല്ല അയൺ കണ്ടൻറ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു.